അതിജീവിത ലൈംഗിക പരാതി നൽകിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ജാമ്യാപേക്ഷ ഉടൻ നൽകും. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് മൊഴിയിലെ വകുപ്പുകളും ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തേടുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതെ സുരേഷ്, അതായത് കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരത്തോടുകൂടി അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ രാഹുൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് ഉടൻ തന്നെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായിട്ട് ചർച്ച നടത്തി. മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ചർച്ച. പക്ഷേ ഇന്നലെ അഭിഭാഷകനടക്കം പറഞ്ഞത് സെഷൻസ് കോടതി കൊടുക്കണോ അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. FIR അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ട് പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ മുൻകൂർ ജാമ്യ ഹർജി നൽകൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ അഭിഭാഷകൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമെന്നുള്ളതാണ്. അതായത് അടിയന്തരമായിട്ട് തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം മുതിർന്ന അഭിഭാഷകൻ മുഖേന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യരുത്, അതായത് അറസ്റ്റിനുള്ള വിലക്ക്, അതിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തരവ് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അടങ്ങുന്ന വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളടക്കം മറ്റ് രേഖകളടക്കം അതിജീവിത ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം ഡിജിറ്റൽ തെളിവുകളും ചാറ്റുകളും അടക്കം കൃത്യമായ തെളിവുകളാണ് അതിജീവിത നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോഴും അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സുരേഷ്, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ കേസുകളിലൊക്കെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി വിശദമായിട്ട് വാദം കേൾക്കാമെന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുക. ഒപ്പം തന്നെ സർക്കാർ അഭിഭാഷകന്റെ പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി തേടുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റിനുള്ള വിലക്കൊന്നും നൽകാറില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന വാദഗതികൾ കൂടി ഹൈക്കോടതി കൃത്യമായിട്ട് പരിശോധിക്കും. ഒപ്പം തന്നെ കേസിന്റെ രീതി എങ്ങനെയാണ്, അതായത് ഫാക്ട്സ് എങ്ങനെയാണ്, കേസ് പ്രോസിക്യൂഷന്റെ കേസ് ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ചുമത്തപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണ്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സാധാരണ രീതിയിൽ ഹൈക്കോടതി കടക്കാറില്ല. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സെഷൻസ് കോടതിയെ സെഷൻസ് കോടതിയെ സമീപിക്കാതെ വരുന്ന മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി കൂടുതലായിട്ട് പരിഗണിക്കാറില്ല. പകരം സെഷൻസ് കോടതിയെ തന്നെ സമീപിക്കാനായിട്ടാണ് പറയുന്നത്. അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷകൾ നിലവിൽ ഹൈക്കോടതി പരിഗണിക്കുന്നുള്ളൂ. നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണ്. ഈ കേസിന്റെ സ്വഭാവം ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ രാഹുലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക. എന്തായാലും ഉടൻ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകാനായിട്ടുള്ള എല്ലാ നടപടികളുമാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ അറസ്റ്റിനെ ഭയക്കുന്നുണ്ട്. അതിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊടുക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചിരുന്നതാണ്. അത് രാത്രിയിലാണ് ഈ FIR ഇട്ടത്. അതുമാത്രമല്ല, ഈ സെഷൻസില് ഹൈക്കോടതി ഈ രണ്ടിടങ്ങളിൽ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ അത് ഏകദേശം ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളുണ്ട്. ഗർഭഛിദ്രം, അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ബലാത്സംഗം, 3 കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ഒപ്പം തന്നെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തു. ഇതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്നാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഒരു ഉച്ചയോടുകൂടെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനായിട്ടുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. സുരേഷ്, അതിജീവിത ലൈംഗിക പരാതി നൽകിയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. ജാമ്യാപേക്ഷ ഉടൻ നൽകും. ഉച്ചയോടെ പരിഗണിക്കാനാണ് സാധ്യത. ഉച്ചയോടെ ഇത് സമർപ്പിച്ച് പിന്നീട് അതിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.